ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലായിരുന്നു എങ്കിൽ അവൾ നിശ്ചയമായും ഇന്നത്തെ സാഹചര്യത്തിൽ കുഞ്ഞിനെ കൊന്നിട്ട് അവളും ആത്മഹത്യ ചെയ്തേനെ. വചനം പറയുന്നു, അവൾ കുഞ്ഞിൻ്റെ മരണം കാണാൻ ഒരൻപമ്പാട് ദൂരത്തിരുന്ന് ഉറക്കെ ജീവനുള്ള ദൈവത്തോട് അവൾ നിലവിളിച്ചു. ഇതാണ് ഇന്ന് പകൽക്കാലം നമ്മളോടുള്ള ദൈവത്തിൻ്റെ മെസ്സേജ്. നിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെ വിഷയങ്ങൾ കടന്നു വന്നാലും ഉറക്കെ കരയുവാൻ, ഉറക്കെ പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ഉറക്കെ കരയാനും ഉറക്കെ നിലവിളിക്കുവാനും നിനക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് യെരുശലേമിൻ്റെ മേൽ കൃപയുടെയും യാചനയുടെയും ആത്മാവിന് ദൈവം പകരും. എന്തിനാ ദൈവം നമ്മുടെ മേൽ പ്രാർത്ഥനയുടെ ആത്മാവിന് പകർന്നിരിക്കുന്നത്? ആത്മഹത്യ ചിന്തിക്കാനല്ല, വിഷം മേടിക്കാനായിട്ട് പണം അന്വേഷിക്കാനല്ല, പിന്നെയോ ഉറക്കെ നിലവിളിക്കുമ്പോൾ അറിയാം അടുത്തൊരു ഉറവ ദൈവം തുറക്കാം. ഇന്ന് പകൽക്കാലം കൊച്ചു കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊള്ളണം. യൗവനക്കാർ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ ആവശ്യങ്ങൾ ഉറക്കെ നിലവിളിക്കുമ്പോൾ സങ്കീർത്തനം 116 അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മതി. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുമ്പോൾ ഭക്തൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്തോന്നാണ്? ഞാൻ അവനെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരു ഭക്തന്, ഒരു ദൈവ പൈതലിന് യാചിക്കുവാനും നിലവിളിക്കുവാനും കരയുവാനും കഴിയും. പ്രശ്നങ്ങളുടെ നടുവിൽ യാചിക്കുവാനും കരയുവാനും കഴിയണം. അപ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തോട് ഉറക്കെ കരഞ്ഞാൽ അത് നമ്മുടെ കരച്ചിൽ കേൾക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, നിന്റെ ജീവിതത്തിനകത്ത് നീ ഉറക്കെ കരയുമ്പോൾ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാം. ആമേൻ. അപ്പോൾ നമ്മൾ ഇന്ന് പകൽക്കാലം ഒരു ഹാഗറായിരിക്കുന്നതിൽ തെറ്റില്ല. നമ്മളൊരു ഹാഗറായിരിക്കണം. അടിമയാണെങ്കിലും നിലവിളിച്ചപ്പോൾ സ്വർഗം കേട്ടു. അബ്രഹാമിനെ പോലെ ഒരു ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്ത സന്തതിയല്ല, അവളൊരു അടിമയായിരുന്നു, കെട്ടപ്പെട്ടവളായിരുന്നു. അവളുടെ ജീവിതത്തിനകത്ത് സ്വാതന്ത്ര്യം അവൾക്കില്ലായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യമില്ലായിരുന്നു എങ്കിലും അബ്രഹാം ദൈവത്തെ സേവിക്കുന്നത് കണ്ട് അബ്രഹാമിൻ്റെ കൂടെ നടന്ന് അബ്രഹാമിൻ്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഹാഗറിന് ദൈവത്തോട് ഉറക്കെ ആണ്. ദൈവമക്കളോട് കൂടെ നമ്മൾ നടന്നു കഴിയുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ആലോചന തരും. അതുകൊണ്ടാണ് ദൈവമക്കളോടൊപ്പം നമ്മൾ എപ്പോഴും ആയിരിക്കണമെന്ന് പറയുന്നത്. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരോട് കൂടെ, ഏത് പ്രതിസന്ധിയും പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നവരോട് കൂടെ. ഇന്ന് പകൽക്കാലം ബേർശേബ മരുഭൂമിക്കകത്ത് ജീവിതം എന്നേക്കും അവസാനിപ്പിക്കാൻ ഹല്ലേലൂയ സ്തോത്രം എന്ന് തോന്നിയെങ്കിലും ദൈവത്തോട് ഉറക്കെ കരഞ്ഞപ്പോൾ അവളുടെ നിലവിളി കേട്ട ഒരു ദൈവമുണ്ട്. അപ്പം നമ്മുടെ ആഴത്തിലുള്ള പ്രാർത്ഥന അനുഭവമാണ് ഈ പകൽക്കാലം പുറത്തെടുക്കേണ്ടത്. നിന്റെ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിനായിട്ട് നീ ഉറക്കെ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായാൽ, ഉറക്കെ കരയാൻ തയ്യാറായാൽ, ഉറക്കെ ദൈവത്തോട് കരയുക എന്ന് പറയുന്നത് ഒരു കുറച്ചിലല്ല. ദൈവത്തോട് കരഞ്ഞാൽ ലോകത്തോട് നമ്മൾ വിലപിക്കേണ്ട ആവശ്യം വരില്ല.
അതുകൊണ്ടാണ് വചനം ഇപ്രകാരം പറയുന്നു, വിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ. വിലാപങ്ങളെ നൃത്തമാക്കും, വിലാപങ്ങളെ നൃത്തമാക്കും. കഴുകുമരത്തെ അനുഗ്രഹമാക്കും. ആമേൻ. ഒരു ജീവിതത്തിൽ നിന്റെ ജീവിതത്തിനകത്തുള്ള കഴുകുമരത്തെ, ഹാമാൻ ഉയർത്തിയിരിക്കുന്ന കഴുകുമരത്തെ അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയും. ഭക്തന്മാരെല്ലാം നേരിട്ട പ്രശ്നങ്ങൾ വലിയ വിപത്തുകളായിരുന്നു, കൊടിയ ആപത്തുകളായിരുന്നു, കൊടിയ വേദനകളായിരുന്നു. അതിൻ്റെ നടുവിൽ അവർ ദൈവത്തോട് ഉറക്കെ കരയുമായിരുന്നു. ലോകം അവരുടെ കരച്ചിൽ കണ്ടില്ല, പക്ഷെ സ്വർഗം അവരുടെ കരച്ചിൽ കേട്ടു. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, നമ്മൾ വായിച്ച സങ്കീർത്തനം ഒന്നുകൂടെ വായിക്കാം. യഹോവ എൻ്റെ പ്രാർത്ഥനയും. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ദൈവ പൈതലെന്ന് ഒരു അഡ്രസ്സ് നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ധാരാളം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഇതേ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കൊച്ചു മക്കളുണ്ട് കേട്ടോ. കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ട്. ഓർത്തോളണം, നമ്മൾ മാത്രമല്ല ഈ ലോകത്തിൽ വസിക്കുന്നത്. നമ്മളെപ്പോലെ ഇതേ കുഞ്ഞു പ്രായത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. പ്രാർത്ഥിച്ച് സ്തോത്രം. ശമൂവേൽ ബാലൻ ചെറുപ്രായത്തിൽ ആലയത്തിനകത്ത് കിടന്നപ്പോൾ അവനെ ദൈവം പേർ ചൊല്ലി വിളിച്ചു. ഇന്ന് പകൽക്കാലം ദൈവശബ്ദം കേട്ട് ഉണരുവാൻ സ്തോത്രം നമ്മുടെ കാതുകൾ തുറക്കപ്പെടട്ടെ. ചെറുപ്രായത്തിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവശബ്ദം കേട്ടാൽ ലോകത്തിൻ്റെ ചതികൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവർ നമ്മളെക്കാൾ വേഗത്തിൽ ചില സ്റ്റെപ്പുകൾ എടുക്കും. ചിലർക്ക് പ്രശ്നം വന്നാൽ വേഗം സ്റ്റെപ്പ് എടുക്കാൻ അറിഞ്ഞുകൂടാ. എടുക്കാൻ അറിയാവുന്ന ഒരു സ്റ്റെപ്പേ ഉള്ളൂ, ഒന്നുകിൽ മരിക്കുക, ഒന്നുകിൽ സ്തോത്രം ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുക. ഇതാണ് ഏറ്റവും വലിയ എളുപ്പ വഴിയെന്ന് സ്തോത്രം പല വിശ്വാസികളും ഇന്ന് ചിന്തിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നു. ഓർക്കുക, ദൈവാത്മാവ് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോൾ നമ്മെ റൂൾ ചെയ്യുന്നത് ഈവിൾ തോട്ട്സ് അല്ല. ഒരാമേൻ പറയാം. നമ്മുടെ മനുഷ്യ മനസ്സുകളെ കീഴടക്കുവാൻ ഈവിൾ തോട്ട്സിന് കഴിയരുത്. ഹാഗർ നമ്മളോട്, അവൾക്ക് വലിയ സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവിച്ചവളല്ല, ജീവിതം കെട്ടപ്പെട്ട അനുഭവത്തിലായിരുന്നു. പക്ഷെ അവൾ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രോമിസ് ഇറങ്ങി വന്നു. അപ്പോൾ അതിനർത്ഥം നീ ഒരു സ്തോത്രം, ലോകം ചിലപ്പോൾ ഹാഗറിനെ ഒരു ദൈവ പൈതലെന്ന് ചിലപ്പോൾ തോന്നിക്കാണത്തില്ല. ലോകത്തിന് ചിലപ്പോൾ അവൾ വിശ്വാസത്തിൽ വലിയ ലെവലിലാണെന്നൊന്നും ലോകത്തിന് തോന്നിയിട്ടില്ല. പക്ഷേ അവളുടെ വിശ്വാസം, അവൾ ദൈവത്തോട്, അവൾക്കറിയാം അബ്രഹാമും കുടുംബവും ഉറക്കെ ദൈവത്തോട് നിലവിളിക്കുന്നത്, ഉറക്കെ കരയുന്നത്, കരയുമ്പോൾ മറുപടി കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശബ്ദം അവൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് അതേ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ പകൽക്കാലം അയക്കുവാൻ തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു സാന്നിധ്യം പകർന്നു തന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് മാറിപ്പോകാൻ, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ അഴിഞ്ഞു മാറും. ഈ പകൽക്കാലം ഹാഗറിനെ പോലെ ദൈവത്തോട് നിലവിളിപ്പാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തോട് നമ്മൾ ഉറക്കെ നിലവിളിക്കാൻ തയ്യാറാകണം. ഉറക്കെ കരഞ്ഞാൽ ഇതൊരിക്കലും ഭാരത്തോടെയോ വേദനയോടെയോ ഉള്ള കരച്ചിലല്ല. ഇൻറ്റൻസ് പ്രയർ, തീവ്രമായ പ്രാർത്ഥന.
നമ്മുടെ നാവ്, ഹാഗറിന്റെ സഹായം തൻ്റെ നാവിലാണ് വ്യാപരിച്ചത്. തൻ്റെ നാവിലാണ് ആ അഭിഷേകം കിടന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ നാവിൽ വിടുതലിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും നിന്റെ നാവിൻ്റെ തുമ്പിൽ ഉണ്ട്. നീ മരണത്തെയാണ് പറയുന്നതെങ്കിൽ മരണം പ്രസവിക്കും. നീ ജീവനെയാണ് പറയുന്നതെങ്കിൽ ജീവനെ പ്രസവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരമ്പമ്പാട് ദൂരത്തിരുന്ന് ഉറക്കെ കരഞ്ഞാട്ട. ഉറവകൾ തുറക്കപ്പെടും. വരുമാനത്തിൻ്റെ ഉറവകൾ തുറക്കപ്പെടും. വറ്റി എന്ന് പറയുന്നിടത്ത് പുതിയൊരു ഉറവയ്ക്കായി ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പകൽക്കാലം കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. സൗഖ്യം നിന്റെ ജീവിതത്തിനകത്ത് വരേണ്ടതിനായി ഇന്ന് പകൽക്കാലം ദൈവത്തോട് നിലവിളിച്ചാട്ട. 116 1 2 2 വാക്യം ഒന്നുകൂടെ വായിക്കാം. അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ച് അപേക്ഷിക്കും. ദൈവത്തിൻ്റെ ചെവി. അപ്പോൾ ദൈവത്തിന് ചെവിയുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് 2 ചെവിയെ തന്നത്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ചെവി ചായിച്ച്. ആരോ കരയുന്നുണ്ടല്ലോ, എന്നെ ആരോ എന്നോട് നിലവിളിക്കുന്നുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഇത് മനസ്സിലാക്കുക. നമ്മുടെ വ്യക്തിപരമായ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കരഞ്ഞാൽ അവിടെ മറുപടി വരും. നമ്മൾ ദൈവത്തോട് അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കും. വാക്യം വായിക്കാം, പൂർത്തീകരിക്കാം. അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും. ഉണ്ടോ? ഒരു ദിവസമോ 2 ദിവസമോ 6 മാസമോ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമെന്നല്ല പറഞ്ഞത്, എൻ്റെ ജീവകാലമൊക്കെ. അപ്പൊ വിളിക്കേണ്ടവനെ വിളിച്ചാൽ വിളി കേൾക്കും. വചനം കളവ് പറയൂ? ഈ ലോകം നമ്മളെ പറ്റിച്ചാലും ഈ വചനം നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യില്ല, പറ്റിക്കില്ല. മനുഷ്യൻ കളവ് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നതാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്യം വന്നിട്ട് അതുപോലെ അങ്ങ് മടങ്ങിപ്പോകുമോ? പോയ കാര്യം സാധിപ്പിച്ചിട്ട്. കേട്ടോ സിസ്റ്റർ മീനു ബാക്കില്, പോയ കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങി വരാം. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിന്റെ മേൽ സാധിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ നോക്കുക, ഇന്ന് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. വായിക്കാം. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ വറ്റുമ്പോൾ നമ്മൾ പിടിവിടാറുണ്ട്, ഇല്ലേ? പക്ഷെ ഇന്ന് പകൽക്കാലം പിടിവിട്ട് പോകാത്ത ഒരു ദൈവം കൂടെ ഉണ്ട്. കാരണം ജീവകാലം മുഴുവനും ദൈവവുമായിട്ട നിലവിളി. മനുഷ്യരോടല്ല, മനുഷ്യരുടെ മുമ്പിൽ കരയരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരോട് നീ എന്ത് ചെയ്യരുത്, നീ നിലവിളിക്കരുത്. അപ്പോൾ ദൈവമക്കൾ ദൈവത്തോട് എന്ത് ചെയ്തു? ജീവകാലം മുഴുവനും
അത് നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ പ്രാപിച്ചെടുക്കാൻ ദൈവം ഇതിനെ പറയുന്ന ഒരു അനേകം പ്രോഫറ്റ്മാർ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ്. എൻ്റെ ആവശ്യം എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് വാങ്ങുന്ന മെത്തേഡ്. ആമേൻ. അങ്ങനെ പഠിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്ത് എന്ത് ചെയ്യത്തില്ല, ലജ്ജിക്കേണ്ടി വരില്ല. അപ്പോൾ ഓരോ ദൈവ പൈതലും ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങുന്നവരാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് വാങ്ങി അങ്ങേക്ക് തരുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പകൽക്കാലം നിന്റെ ജീവകാലം മുഴുവനും ദൈവത്തോട് ചോദിച്ച് വാങ്ങാൻ, ചോദിച്ച് മേടിക്കാൻ ദൈവത്തിന് ചെവിയുണ്ട്, നിങ്ങളിലേക്ക് ചായിക്കും. ചില സമയങ്ങളിൽ കർത്താവ് നിന്നെ തട്ടി ഉണർത്തുമ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന ലോകം ഇതാണ് എന്ന് നമ്മൾ വ്യക്തമാക്കുന്നു. ചിലതൊക്കെ തീർന്നു കഴിഞ്ഞാൽ ലോകം നിന്നെ കൈപിടിയും. ഹാഗർ പോലും തൻ്റെ കുഞ്ഞിൻ്റെ പിടി എന്ത് ചെയ്തു? വിട്ടു. തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ കുഞ്ഞിനോടുള്ള സ്നേഹം അവൾക്ക് തീർന്നു. പക്ഷേ ദൈവത്തിന് ആ കുഞ്ഞിനോടൊരു സ്നേഹമുണ്ട്. ഉറക്കെ കരഞ്ഞവളോടും ദൈവത്തിന് ഒരു സ്നേഹമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സ്നേഹം ഒരമ്മയുടെ ഹൃദയത്തിലെ സ്നേഹത്തെക്കാൾ അപ്പുറമാണ്. ഇന്ന് പകൽക്കാലം ഒരു അമ്മയുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന സ്നേഹത്തെക്കാൾ അപ്പുറം വലുതാണ് എന്ന് പറഞ്ഞ് ഇന്ന് മുതൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ സ്നേഹം കാപട്യാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. അമ്മ നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരത്തില്ല. അമ്മയെ പിണക്കിക്കളയരുത്. വീട്ടിനകത്ത് അമ്മയെ സ്നേഹിച്ചാൽ, യാക്കോബ് അമ്മയുമായിട്ട് നല്ല സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൻ്റെ അനുഗ്രഹം ആർക്ക് കിട്ടി? യാക്കോബിന് കിട്ടി. അപ്പോൾ ആരോടൊപ്പം നീ സ്നേഹത്തോടെ ഇരിക്കുമോ അവിടെ നിനക്ക് അനുഗ്രഹം കിട്ടും. ഇന്ന് പകൽക്കാലം ഉറക്കെ കരയാൻ, ഹല്ലേലൂയ സ്തോത്രം, നിന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നീ ഉറക്കെ കരയണം. ഓർക്കുക, ഹാഗറിനെ പോലെ നിലവിളിപ്പാൻ, പ്രാർത്ഥിപ്പാൻ അറിയാവുന്നവരായിരിക്കണം ഈ കാലഘട്ടത്തെ ജയിക്കാൻ പോകുന്നത്. ഈ കാലഘട്ടത്തെ ജയിക്കണമെങ്കിൽ, കാരണം ന്യൂസ് നമ്മളെ വിളിച്ച് അറിയിക്കുന്നത്, കഴിഞ്ഞ ദിവസവും 2 മാസം വിവാഹം കഴിഞ്ഞ് 2 മാസം ആയിട്ടുള്ളൂ. ഹസ്ബൻഡും വൈഫും തമ്മിൽ പല വിഷയങ്ങൾ പറഞ്ഞ് പിണങ്ങി. അവൾ റൂമിനകത്ത് ഫാനിൽ കെട്ടിത്തൂങ്ങി ചത്തു. അവൻ വിഷം മേടിച്ച് കഴിച്ച് അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിച്ചു. പല കുടുംബങ്ങളും ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ സ്തോത്രം, ജീവിതത്തിനകത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ തീർന്നു എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം മരണത്തിന് അവസാനിപ്പിക്കാൻ നോക്കുന്ന ഒരു ലോകത്തിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെങ്കിൽ, ജീവകാലം മുഴുവന് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെങ്കിൽ, നിനക്ക് നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന് നഷ്ടം ലാഭമായി തീരും. പാഴ്ചിലവുകളെ ദൈവം മാറ്റിത്തരും. നഷ്ടം ലാഭമാക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? പല നഷ്ടങ്ങളും വരാതിരിക്കുന്നത് തമ്പുരാനോട് കരയുന്നത് കൊണ്ടാണ്, ഉറക്കെ നിലവിളിക്കുന്നത് കൊണ്ടാണ്. നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ പ്രാർത്ഥന, അത് പ്രാർത്ഥനയല്ല എന്ന് നീ വിചാരിക്കേണ്ട. ആ പ്രാർത്ഥനയാ ദൈവം കേട്ടത്. നീ തനിയെ ഇരുന്ന് നിലവിളിച്ചില്ലേ? ഒരമ്പമ്പാട് ദൂരത്ത് ആരും കാണാതെ കരഞ്ഞില്ലേ? അതാണ് ദൈവം കേട്ടത്. ഹല്ലേലൂയ. ഒരമ്പമ്പാട് ദൂരത്ത് മാറിയിരിക്കുമോ? ജീവിതത്തിനകത്ത് ഒരമ്പമ്പാട് ദൂരത്ത് പ്രാർത്ഥിക്കുന്നവൻ മാറിയിരിക്കും. ഉറക്കെ നിലവിളിക്കുന്നവൻ ഒരമ്പമ്പാട് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിക്കും. കരങ്ങൾ തട്ടി.
ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. കരമടിച്ച് കാക്കയാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും. യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്ക് എന്റെ ആശ്രയം സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ കരമടിച്ച് ആരാധിക്കാം. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാം, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ. വറ്റിയ ഒരു തുരുത്തിയെ ഓർത്തല്ല ഇന്ന് പകൽക്കാലം നിന്റെ കരച്ച് യേശു മതിയായവൻ. നീ സേവിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിന് വേണ്ടി സകലതും സൃഷ്ടിക്കുന്നവനാണ്. നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പാഴ്ചിലവുകളെ നീക്കിത്തരും, ഇല്ലായ്മകളെ മാറ്റിത്തരും, വരുമാന മാർഗങ്ങൾ തുറന്നു തരും. യേശു മതിയായവൻ. പാഴ്ചിലവുകളെ നീക്കിത്തരും, പാഴ്ചിലവുകൾ മാറട്ടെ. മാറ്റിത്തരും, വരുമാന ഈ പകൽക്കാലം നിന്റെ പാഴ്ചിലവുകൾ മാറുന്നു. യേശു മതിയായവൻ. ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും, നിന്നയിൻ നാളുകൾ തീർത്തു തരും. യേശു മതിയായവൻ. ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും, നിന്നയിൻ നാളുകൾ തീർത്തു തരും. യേശു മതിയായവൻ. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നമ്മുടെ ജീവിതം ഒരു തുരുത്തിയെ പോലെയാണ്. അത് ചിലപ്പോൾ വറ്റിയെന്നിരിക്കും. വറ്റിയെന്ന് വിചാരിച്ച് ഒരു തുരുത്തി കൊണ്ട് അവസാനിക്കുന്നതല്ല നിന്റെ ജീവിതം. ഒരു തുരുത്തിയുടെ ഹല്ലേലൂയ പ്രതീക്ഷയിലാണോ നിന്റെ ജീവിതത്തെ നീ നോക്കിക്കാണുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാവിൽ ഒരു തുരുത്തി കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം. കരമടിച്ച് കർത്താവിന് നന്ദി പറ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക. ഒരു തുരുത്തി വറ്റിയെന്ന് പറഞ്ഞ
അവസാനിപ്പിക്കേണ്ടതല്ല എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്പമ്പാട് ദൂരത്ത്, ഇന്ന് പകൽക്കാലം നമ്മൾ ഒരമ്പമ്പാട് ദൂരത്ത് മാറിയിരുന്ന് ഉറക്കെ ഒന്ന് കരഞ്ഞാട്ട്. വചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, ഉറക്കെ കരഞ്ഞവരാരും ലജ്ജിച്ചു പോയില്ല. വേദപുസ്തകം പറയുന്നു ഉറക്കെ കരഞ്ഞു. ഉറക്കെ കരയാൻ നിനക്ക് തോന്നുന്നുവെങ്കിൽ ഈ പകൽക്കാലം ഉറക്കെ കരയാ. ആ കരച്ചിലിനെ തുരുത്തിയിലാക്കുന്നവനുണ്ട്. ആമേൻ. ആ കണ്ണുനീരിൻ്റെ വലിപ്പം ലോകത്തിനറിയത്തില്ല. ആ കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നു, ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നമ്മൾ കരച്ചിൽ, ലോകം നിന്നെ വെറുക്കുമ്പോൾ നിന്റെ ഉള്ളത്തിനകത്ത് വരുന്ന ഒരു കരച്ചിലുണ്ടല്ലോ, അതിന്ന് പകൽക്കാലം എൻ്റെ തമ്പുരാൻ ഹല്ലേലൂയ സ്തോത്രം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അവൻ നമ്മുടെ മുഖത്തെ കണ്ണുനീരിനെ തുടയ്ക്കും. യെശയ്യാ പ്രവചനം 25:8 വായിക്കാം. അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും, സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തുടയ്ക്കും. ചില അമ്മമാരോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ മക്കളുടെ മുഖത്ത് കിടക്കുന്ന കണ്ണുനീരിനെ തുടയ്ക്കാൻ നീ ഉറക്കെ നിലവിളിച്ചാൽ മതി. ഉറക്കെ നിലവിളിക്കുമോ? ഉറക്കെ കരഞ്ഞാട്ട്. ഹല്ലേലൂയ, ഉറക്കെ കരഞ്ഞാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഷറബാലാബ. ഇന്ന് പകൽക്കാലം ഉറക്കെ കരഞ്ഞാട്ട്. ഹല്ലേലൂയ. ബേർശേബ മരുഭൂമിക്കകത്താണ് ഞാൻ ആയിപ്പോയി. അബ്രഹാം പറഞ്ഞു, നീ പോ, നിന്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ വീട് വിട്ട് വയ്ക്കോ. അബ്രഹാം ആട്ടി ഓടിച്ചപ്പോഴും അവൾ ഹല്ലേലൂയ സ്തോത്രം ഈ തുരുത്തി വെള്ളത്തിൻ്റെ പ്രതീക്ഷ കൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ തുരുത്തിയിലെ വെള്ളം എന്ത് ചെയ്തു? നീ മനസ്സിലാക്കണം, നിന്റെ കയ്യിലുള്ള തുരുത്തിയിലെ വെള്ളത്തിൻ്റെ ബലത്തിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഈ തുരുത്തിയെയും ഈ പൈതലിനെയും എന്നെയും സൃഷ്ടിച്ച ഒരുവൻ സ്വർഗത്തിലുണ്ട്. ആമേൻ, ആമേൻ. ഞാൻ ഉറക്കെ കരയുമ്പോൾ കേൾക്കുന്ന ഒരുവനുണ്ട്. ഹാഗറിൻ്റെ കരച്ചിലിന്, നമ്മുടെ പല കരച്ചിലിനും മറുപടി കിട്ടാത്തതെന്നറിയോ? നമ്മൾ വർഷത്തിലൊരിക്കൽ പ്രാർത്ഥിക്കാറുള്ളൂ. അതുകൊണ്ട് ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്നവൻ ഉറക്കെ ഒന്ന് കരഞ്ഞാൽ മതി, വിത്തിൻ സെക്കൻഡിൽ മറുപടി വരും. അത് എത്ര പേർ അനുഭവിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ 118 സങ്കീർത്തനത്തിൽ അവിടെ ഭക്തൻ ദൈവത്തിൻ്റെ ചെവിയെ കണ്ടു എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ ചെവി ചായിച്ച് കേൾക്കുന്നത് വെളിപ്പാടിൽ എന്ത് ചെയ്തു? കണ്ടു. അപ്പോൾ ഇന്ന് പകൽക്കാലം ചിലത് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ പത്തനംതിട്ടയിൽ ഓമല്ലൂരിന് തൊട്ട് മുമ്പ് കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്തൊരു വളവിൽ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്കാണ് പോയത്. ഡ്രൈവ് ചെയ്ത് ഞാൻ ആ വളവ് തിരിയുന്ന സമയത്ത് 2 പന്നികൾ ഇങ്ങനെ കയറി വരുന്നത് പോലെ ഞാൻ കണ്ടു. ഞാൻ ആ സമയത്ത് കർത്താവെ അവിടുത്തെ രക്തത്താൽ ഒന്ന് മറയ്ക്കണമെന്ന് പറഞ്ഞു. തൊട്ട് മുമ്പിൽ ആക്സിഡൻറ്റ് നടന്നു. ഒരു കാറ് ഒരു ആൻറ്റി ആക്റ്റീവിൽ പോകുന്ന ആൻറ്റിയെ തള്ളിയിട്ടു. ആ ആൻറ്റി തൂക്കിയെടുത്ത് പന്നിയെ കുത്തി മറിക്കും പോലെ ആ കാറ് ചെന്ന് ഒരു ബൈക്കിനെ കുത്തി മറിച്ച് ആ മാതാവിനെ തറയിൽ തള്ളിയിട്ടു. എൻ്റെ കണ്ണിൽ ആ സമയത്ത് അങ്ങനെ ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നു, നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ചിലത് നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യും? കാണും.
ഈ പകൽക്കാലം നിന്റെ കണ്ണിൽ ചില ഹല്ലേലൂയ സ്തോത്രം വിടുതലുകൾ കാണും. ഭക്തൻ പറയുക, ദൈവത്തിൻ്റെ ചെവി ചായ്ച്ച് കേൾക്കുന്നത് ഞാൻ കാണുകയാ. അതുകൊണ്ട് ഞാൻ ലോകത്തോട് കരയാറില്ല, ലോകത്തോട് എൻ്റെ ആവശ്യം പറയാറില്ല. ഞാൻ ജീവകാലം തീരുമാനമെടുത്തു, ജീവകാലം വിളിക്കുന്നു എങ്കിൽ ജീവനുള്ള ദൈവത്തെ. ആമേൻ, ആമേൻ. വിശ്വാസത്തിൽ നിന്ന് പിന്മാറി മന്ത്രവാദിയുടെ അടുക്കൽ പോകുന്നവൻ ഗതി പിടിക്കുമോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ലോകത്തോട് നിലവിളിപ്പാനല്ല, ജീവനുള്ള ദൈവത്തോട് നിന്റെ പ്രാർത്ഥന കഴിച്ചാൽ ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കും. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ മരിച്ച ദൈവമല്ല. ഹല്ലേലൂയ. ബെർശേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ ഇങ്ങനെ ഉഴന്ന് നടക്കുക. സൈക്കിൾ എങ്ങോട്ട് തിരിക്കണം, എങ്ങോട്ട് പോകണം, നമ്മുടെ ജീവിതത്തെ എങ്ങോട്ട് തിരിക്കണം, നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകണം. പുള്ളിക്കാരിക്ക് ഒരു പിടിയില്ല. ഹാഗർ മരുഭൂമിയിൽ കിടന്ന് ഇങ്ങനെ ഉഴന്ന് നടക്കുകയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ എക്സ്ട്രീം എൻഡ്, ജീവിതത്തിന് ഒരു അവസാനമുണ്ടെന്ന് തോന്നിപ്പോയ ഒരു നിമിഷം അവളുടെ ജീവിതത്തിൽ വന്നു. അവിടെ വെച്ച് നമ്മൾ പലപ്പോഴും കരയുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും വീർപ്പ് മുട്ടുന്ന അവസ്ഥ വരുമ്പോൾ മാത്രം ദൈവത്തോട് എന്ത് ചെയ്യും? അതുവരെ നമ്മളിങ്ങനെ നമ്മുടെ വണ്ടിയെ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഉഴന്ന് ബെർശേബ മരുഭൂമിക്കകത്ത് ഹാഗർ ഉഴന്ന് നടന്നതുപോലെ നടക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഹാഗറിനെ പോലെ മരുഭൂമിക്കകത്ത് ഉഴന്ന് നടക്കാനല്ല എൻ്റെ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചത്. ആമേ. നീ ഉഴന്ന് നടക്കേണ്ടവളല്ല. നിനക്ക് തന്ന പൈതലിനൊരു വാഗ്ദത്തമുണ്ട്. നിനക്കൊരു വാഗ്ദത്തമുണ്ട്. ഒരു ജനറേഷനെ നയിക്കേണ്ടവളാണ് നീ. പ്രാർത്ഥിക്കുന്നവൾക്ക് ഒരു ജനറേഷനെ നയിപ്പാനുള്ള കൃപ വരും. ആമേൻ. അവൻ തരുന്നത് ഒന്നും ഊനമായിരിക്കത്തില്ല. തരുന്നതിലൊരു ദൈവപ്രവൃത്തി കാണും. നിന്റെ സന്തതിയെക്കുറിച്ച് എഴുതി തള്ളരുത്. നീ പിടിവിട്ടാലും പിടിവിടാത്ത ഒരു ദൈവം കയറി പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, പിടിവിടാത്ത ദൈവകര നിന്റെ സന്തതിയെ കയറി പിടിക്കട്ടെ. നിന്റെ സന്തതിയുടെ കരത്തെ അത് കയറി പിടിച്ചാൽ ഉറവ തുറക്ക. ഉറവ തുറന്നാൽ സ്വർഗ്ഗം ഹല്ലേലൂയ നിന്നോട് സംസാരിക്കാം. നോക്കണം, അവൾക്കും കുഞ്ഞിനുമുള്ള ജീവനെ പിടിച്ചു നിർത്തേണ്ട ആ ഉറവയെ ദൈവം തുറന്നു. ഹല്ലേലൂയ. ഈ സീസണിൽ നിന്നെ പിടിച്ചു നിർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ സീസണിൽ നിന്റെ ജീവിതത്തെ ബലപ്പെടുത്തുവാനുള്ള വിടുതൽ ദൈവത്തിൻ്റെ പക്കൽ ഉണ്ട്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാത്തവൻ ഇങ്ങനെ ഉഴന്ന് നടക്കും. ഉഴന്ന് നടക്കുകയാ. പിശാചിനെ പോലെ വിശ്വാസത്തെ ഹല്ലേലൂയ അറിയാതെ, വിശ്വാസം ഉള്ളിലുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്നില്ല. ഉഴന്ന് നടക്കുകയാ. ഈ ഉഴന്ന് നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഉറവ കാണില്ല. എപ്പോഴാണ് അവൾ ഉറക്കെ വാവിട്ട് കരഞ്ഞത്, അപ്പോൾ ഉറവ തുറന്നു. ആമേൻ, ആമേൻ. ഉഴന്ന് നടക്കരുതേ. ഇന്ന് പകൽക്കാലം സഭയോട്, ദൈവമക്കളോട് കർത്താവിന് സംസാരിപ്പാനുള്ളത്, ബി ബോൾഡ്. നീ വിശ്വാസത്തിൽ സ്ട്രോങ് ആയിരിക്കുക. കരയാനുണ്ടെങ്കിൽ ദൈവത്തോട് കരയ. സ്വർഗം നിനക്ക് മറുപടി തരും. നിന്റെ ജപ്തി നടപടി മാറും. ഒരു VIP കണ്ടിട്ടല്ല നിന്റെ വിഷയത്തിന്റെ പരിഹാരം. ആമേൻ. മരുഭൂമിക്കകത്ത് VIP കാണത്തില്ല.
ചർച്ചക്കാര് കാണത്തില്ല, ബന്ധുക്കൾ കാണത്തില്ല, ഉറ്റവരും ഉടയവരും കാണത്തില്ല. പക്ഷെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂക്കി ശ്വാസമുള്ള ഒന്നിനെ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. ജീവശ്വാസം ഊതിയവന് നീ വിശ്വസിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും. അടുത്ത സ്റ്റെപ്പ് ദൈവം ഓപ്പണാക്കും. കരഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ദൈവം ഓപ്പണാക്കും. ഹല്ലേലൂയ. ഹാഗറിൻ്റെ അടുത്ത് തന്നെ ഉറവ് കിടപ്പുണ്ട്, പക്ഷെ കണ്ടില്ല. ഉറവ അടുത്ത് കിടപ്പുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഉഴന്ന് നടക്കുക. നമ്മളെ വിടുതൽ നമ്മുടെ അടുത്ത്, നമ്മുടെ നാവിലിരിപ്പുണ്ട്. നമ്മൾ പറയുന്നത് പെറുപെറുപ്പ്, മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, ലോകം എന്ത് ചെയ്യുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഹാഗർ അവൾ ഉറക്കെ ദൈവത്തോട് കരഞ്ഞു. കുഞ്ഞിൻ്റെ മരണം കാണണ്ട എന്ന് വിചാരിച്ച അവൾ കരഞ്ഞത്. പക്ഷെ നീ ആരെ ഓർത്ത് കരഞ്ഞാലും അവർക്കും വിടുതൽ, നിനക്കും വിടുതൽ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ ആരെങ്കിലും ഓർത്ത് കരഞ്ഞാൽ അവർക്കും വിടുതൽ, നിനക്കും വിടുതൽ. ഡബിൾ ലോട്ടറിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ആരെങ്കിലും ഓർത്ത് കരഞ്ഞാൽ അവർക്കും വിടുതൽ വരും, നിനക്കും അതിലൊരു വലിയ രക്ഷ വരും. ആമേൻ. ദൈവത്തിൻ്റെ പദ്ധതിയെ ആരായുന്ന ആരെങ്കിലും ഈ പകൽക്കാലം ഉണ്ടോ? ആമേൻ. നീ ചുമന്നുകൊണ്ട് പോകുന്ന തുരുത്തി നിന്റെ ജീവിതത്തിലെ വെള്ളം വറ്റിയെങ്കിൽ ഭാരപ്പെടേണ്ട, ഉറക്കെ കരയ. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കാം. ഈ പുസ്തകം എഴുതിയ ഭക്തൻ ഈ സംഭവം വിശദീകരിക്കാതെ വിട്ടില്ല. ഉറക്കെ കരയുന്നവൻ്റെ കാര്യങ്ങൾ ദൈവം വിട്ടുകളയില്ല. വേദപുസ്തകത്തിനകത്ത് ആരെങ്കിലും ഉറക്കെ കരഞ്ഞതൊക്കെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഓർത്തു വച്ചിക്കും. മൊർദെഖായി പുറത്ത് കിടന്ന് കരച്ചിലും പ്രാർത്ഥനയും ഉപവാസവും. ദിനവൃത്താന്ത പുസ്തകത്തിൽ അവൻ ചെയ്ത കാര്യങ്ങൾ ദൈവം രേഖപ്പെടുത്തി വച്ചിരുന്നു. ഉറക്കെ കരയുന്നവൻ്റെയും പ്രാർത്ഥിക്കുന്നവൻ്റെയും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു രേഖയ്ക്കകത്ത് അകപ്പെട്ടാൽ കൃത്യസമയത്ത് വിടുതലായിട്ട് അത് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഹല്ലേലൂയ ഉഴന്ന് നടക്കരുത്. പകരം ബോൾഡായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് കരയ. കഴിഞ്ഞ നാളുകളിൽ ഉഴന്ന് നടന്നതിനെ ഓർത്തിട്ട് ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് പറയുന്നു, ഉറക്കെ ഒന്ന് ദൈവത്തോട് സംസാരിക്കുക. ഉറക്കെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ട് കാണും. കേൾക്കാൻ വേണ്ടിയ ആ കരച്ചിൽ ആര് കേട്ടു? ബേർശബയിൽ ആരും കേൾക്കാനില്ല. നിന്റെ കരച്ചിലും ഇതുപോലെയാണ്, ആരും കേൾക്കാനില്ല. നമ്മുടെ കരച്ചിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ആരും കേൾക്കാനില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തു കൊള്ളുക, സ്വർഗം നമ്മുടെ കരച്ചിൽ കേൾക്കും. ആമേൻ. ആ വിശ്വാസം ഉണ്ടോ? വിഷക്കുപ്പിയുടെ ആവശ്യമില്ല. ട്രെയിനിൻ്റെ ടൈം നോക്കി പാളത്തിൽ ചാടുവാനായിട്ട് ടൈം സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതം മടുത്തു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കാത്തവരാണ് ഇതെല്ലാം പറയുന്നത്. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ, ദൈവത്തെ തള്ളിപ്പറയാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്നവന് ദൈവത്തെ തള്ളിപ്പറയാൻ കഴിയില്ല. ജീവകാലം മുഴുവനും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ. കാരണം ധൈര്യമാണ്. ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ കേട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഇരട്ടി ധൈര്യം വർദ്ധിക്കും. നമ്മുടെ വിശ്വാസം എന്ത് ചെയ്യും? വർദ്ധിക്കും. നിന്റെ മക്കളുടെ വിഷയമൊക്കെ നീ നിന്റെ നാവെടുത്ത് പ്രാർത്ഥിക്കണം.
കുഞ്ഞുങ്ങള് നിന്റെ ഭാവിക്ക് വേണ്ടി നീ ചോദിക്കണം. നിന്നെക്കാളും പഠിപ്പോ വിദ്യാഭ്യാസമോ അറിവോ പ്രായപക്വതയോ എത്താത്ത കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പ്രാർത്ഥിച്ച വലിയ കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്. എൻ്റെ അമ്മയും പപ്പയും പ്രാർത്ഥിച്ചോളും, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് പരാജയമാണ്. അല്ല, അപ്പനും അമ്മയും ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് അനുഗ്രഹം നിന്റെ മേൽ കിടക്കും. അബ്രഹാമിനെ പോലെയാണോ ഇസഹാക്കിന്? അബ്രഹാമിന് ദൈവം സന്തതിയെ കൊടുത്തപ്പോൾ വാഗ്ദത്ത സന്തതിയെ കൊടുത്തത്. ഹന്നയ്ക്ക് ദൈവം കൊടുത്തപ്പോൾ ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേൽ അറിയുന്ന ഒരു സന്തതിയെ കൊടുത്തത്. ഹല്ലേലൂയ. ഇവരൊക്കെ പ്രാപിച്ചത് ഉയരത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇവരുടെ സന്തതിയും ചെറുപ്രായത്തിൽ പ്രാർത്ഥനയുടെ സ്വരവും ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഉണർന്നവരാണ്. ഹല്ലേലൂയ. കരങ്ങൾ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർ ജീവകാലം മുഴുവനും ദൈവത്തിന് എന്ത് ചെയ്യും? മഹത്വം കൊടുക്കും. നമ്മുടെ ഈ എളിയ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ പേരും പെരുമയോ ഒന്നുമില്ല, ഒരു കുപ്പയെ പോലെ ആയിരിക്കാം. പക്ഷേ ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഒരു ദിവസം നിനക്ക് തിരിച്ച് മഹത്വവും മാന്യതയും തരുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഇതിൽ വിശ്വസിച്ച് കരയാനും പ്രാർത്ഥിപ്പാനും അറിയണം. പ്രാർത്ഥിപ്പാൻ അറിയണം. ഉറക്കെ ദൈവത്തോട് നിലവിളിക്കാൻ അറിയണം. അറിഞ്ഞില്ല എങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, വിശ്വാസിയും വിഷക്കുപ്പി എടുക്കേണ്ടി വരും. പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ എങ്കിൽ തുരുത്തിയിലെ വെള്ളം തീരുമ്പോൾ അയ്യോ ഞാൻ നാട് വിടുന്നു എന്ന് പറയേണ്ടി വരും. ഇനി ഞാൻ മനുഷ്യരെ കാണുന്നില്ല, ഞാൻ മരുഭൂമിയിൽ പോയി പാർത്തോളാം എന്ന് പറയും. എടാ, അത് ഭീരുത്വത്തിൻ്റെ ആത്മാവ് നിന്നെ കീഴ്പ്പെടുത്തുന്നു. എൻ്റെ ദൈവം നിനക്കും എനിക്കും തന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പട്ടിണി കിടക്കേണ്ട ആത്മാവിനെ അല്ല തന്നത്, പ്രാർത്ഥിച്ച് മറുപടി വാങ്ങേണ്ട ആത്മാവിനെ ദൈവം തന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും വിചാരിച്ച ഇന്ന് പകൽക്കാലം ചില ഉറവകൾ തുറക്കും. എടാ, നീ കൂടിയാൽ എത്ര കൂടും, പക്ഷെ ദൈവം കൂടിയാൽ കൂടും. ഹല്ലേലൂയ. തമിഴിലൊരു പാട്ടുണ്ട്, കൂടുമേ എല്ലാം കൂടുമേ, ദൈവത്താൽ എല്ലാം കൂടുമേ, സാധ്യമേ എല്ലാം സാധ്യമേ, ദൈവത്താൽ എല്ലാം സാധ്യമേ എന്ന് പറ. തമിഴിൽ പറഞ്ഞാട്ട്, കൂടുമേ. ദൈവം ഉണ്ടെങ്കിൽ കൂടും. ആമേൻ. കൂടുമേ. ഒരമ്പമ്പാട് ദൂരത്തിരുന്ന് കരയേണ്ടി വന്നാലും തളരില്ല. ഒരമ്പമ്പാട് ദൂരത്തിരുന്ന് നെടുവേർപ്പെട്ടാലും തളരില്ല, തളരുകയില്ല, പതറുകയില്ല. എത്ര പേർക്ക് ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാനം? നാവിലൂടെ പറഞ്ഞു വിടണം. നിനക്കെതിരെ നിൽക്കുന്ന പ്രതിസന്ധികൾ അതിൻ്റെ അടിവേര് വെട്ടി താഴെ വീഴും. നിന്റെ നാവെടുത്ത് നീ പറയണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി പാസ്റ്റർ പറഞ്ഞാൽ പോരാ, നിനക്ക് വേണ്ടി നീ തന്നെ പറയണം. ഹല്ലേലൂയ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം ഒരമ്പമ്പാട് ദൂരത്ത്, ഇത് പ്രാർത്ഥനയ്ക്ക് സമയമാവുമ്പോൾ ഒരമ്പമ്പാട് ദൂരത്തേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോകും. പേഴ്സണൽ പ്രെയർ, സ്ട്രോങ് പ്രെയർ. ഏത് പ്രാർത്ഥന ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന? നിന്റെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. ആരും കാണില്ല, എപ്പോഴും കൂട്ടൊന്നും വേണ്ട. പ്രാർത്ഥിക്കുന്നതിന് എപ്പോഴും കൂട്ടുവിശ്വാസിക്ക് വരാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ എപ്പോഴും ദൈവം കൂടെ ഉണ്ട്. എപ്പോഴും ദൈവം കൂടെ
ഉണ്ട്. അവനെ ഒന്ന് എന്ത് ചെയ്യണം? എല്ലാ വിഷയത്തിനും മറുപടി തന്നില്ല എന്ന് പറഞ്ഞ് ഈ വീട്ടിൽ ചെറിയ കാര്യങ്ങൾക്ക് എല്ലാ വിഷയത്തിനും എൻ്റെ പപ്പ വാങ്ങിച്ചു തന്നില്ല, എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കി എന്ത് ചെയ്യും? ദേഷ്യം വന്ന് അപ്പനും അമ്മയും എന്ത് ചെയ്യും? നിവർത്തിയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ വാങ്ങിച്ചു കൊടുക്കോ? ഒരു തല്ല് കൊടുത്തിട്ട് പറയും മര്യാദയ്ക്ക് ഇരിക്കാൻ പറയും. അങ്ങനെ പറയൂ അല്ലേ? ഓക്കെ. ദൈവം ഇതുപോലെയാണ്. എന്ത് അപ്പനോട് ചോദിക്കണം, എന്ത് ചോദിക്കണ്ട, എന്ത് ചോദിച്ചാൽ അപ്പന് ഇഷ്ടമാകും. ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കാൻ പഠിക്കണം. മണിക്കൂറുകൾ ഒരമ്പമ്പാട് ദൂരത്തിരുന്ന് എന്ത് ചെയ്യാൻ? വിശ്വാസ ജീവിത യാത്ര മുഴുവിപ്പിക്കണമെങ്കിൽ പ്രാർത്ഥനയിലേ മുഴുവിപ്പിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാസ്റ്ററേ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ മരുഭൂമിയിൽ ഉഴന്ന് നടക്കുന്ന ഹാഗറിനെ പോലെ നീ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയെന്ന് ഓർത്തുകൊള്ളുക. മരുഭൂമിയിൽ ഉഴന്ന് നടക്കാനല്ല ദൈവം എന്നെയും നിന്നെയും വിളിപ്പിച്ചത്. നോക്കണം, അവൾ ഉറക്കെ കരഞ്ഞപ്പോൾ ഈ മരുഭൂമിക്കകത്ത് എൻ്റെ ദൈവത്തിന് നല്ല സുഖസൗകര്യങ്ങളുണ്ട്, ഉള്ള ദേശത്തെ പോഷിപ്പിക്കാൻ അറിയാവൂ എന്നല്ല. എൻ്റെ ദൈവത്തിന് നിന്റെ സാഹചര്യം എത്ര എതിരായിരുന്നാലും, നിന്റെ സാഹചര്യം നിനക്ക് എത്ര ആ കാര്യം നടക്കത്തില്ല, ആ പ്രശ്നത്തിനും പരിഹാരമില്ല എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന് അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. ഇവൾ ഉറക്കെ കരഞ്ഞത് കുഞ്ഞിന് വേണ്ടിയാ. ആ കുഞ്ഞിനെ മരുഭൂമിക്കകത്ത് ഏറ്റവും വലിയ വില്ലാളിയായി ദൈവം പ്രബലനാക്കി കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവരാ ഇന്ന് ഭൂമിയുടെ പല കോണുകളിലും ഹൃദയഭാഗത്ത് ബിസിനസ് നടത്തുന്നവർ. എന്ത് അവർ ഹൃദയഭാഗത്തിരിക്കുന്നത്? വെറുതെ ഒന്നുമല്ല. ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. അമേരിക്കയിൽ പോയാലും ഈവൻ അമേരിക്കയുടെ സെനറ്റിനെ വരെ നിയന്ത്രിക്കുന്ന തരത്തിൽ ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. ഓർക്കണം, ഒരമ്മ മരുഭൂമിക്കകത്തായപ്പോൾ ഒരു ജനറേഷൻ എവിടെയൊക്കെയോ വളർന്നു. അങ്ങനെയെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ദൈവം ഇന്ന് പകൽക്കാലം കൃപ തന്നിരിക്കുക. നിന്റെ തലമുറകളെ പച്ച പിടിപ്പിക്കാൻ എൻ്റെ ദൈവം പദ്ധതി മുന്നമേ സൃഷ്ടിച്ചതാ. നീ തല പുകഞ്ഞ് ഉഴന്ന് നടക്കേണ്ട ആവശ്യം ഇല്ല. നിന്റെ ഭാരം ആരുടെ മേൽ ഇട്ടുകൊള്ളുക? യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ. പ്രാർത്ഥിക്കുന്നവൻ ഭാരം ചുമന്നുകൊണ്ട് നടക്കാറില്ല. കുറച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ ചുമലിൽ അധിക നാൾ തുരുത്തി അങ്ങനെ ഇരിക്കത്തില്ല. ആമേൻ. ഇവളെന്ത് ചെയ്തു? തുരുത്തി വായിക്കാമോ? ആ തുരുത്തി അവിടെ ഇട്ടതായിട്ട് പറയുന്നുണ്ട്. മരുഭൂമിയിൽ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ്റെ തണലിൽ ഇട്ടു. ആ വെള്ളം തീർന്നപ്പോൾ അതെല്ലാം കൂടെ അവിടെ എന്ത് ചെയ്തു? എല്ലാത്തെയും കുഴിച്ചിടേണ്ടത് എറിയേണ്ടതിനെ എറിഞ്ഞു കളക. അടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു തലം തുറക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ ചില തലങ്ങൾ ദൈവം തുറക്കും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ ദൈവം തലം തുറക്കും. ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം കേൾക്കും. നിങ്ങൾക്ക് കൂട്ടാളികളായി നിങ്ങളുടെ ഭവനത്തിനകത്ത് പപ്പയും അമ്മയും സഹോദരങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്ന് അവരോടൊപ്പം ഉറക്കെ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, നിങ്ങളുടെ വരുന്ന ഭാവിക്ക് വേണ്ടി ഉറക്കെ കരയണം.
ഉറവകളെ തുറക്കും. ഹല്ലേലൂയ. ഉഴന്ന് നടന്ന് ഹല്ലേലൂയ സ്തോത്രം കടഭാരത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം സാമ്പത്തികത്തിൻ്റെ തകർച്ചയുടെ പ്ലാനുകൾ കയ്യിൽ പിടിക്കേണ്ട ആവശ്യം വരില്ല. എപ്പോഴും നമുക്കിഷ്ടം കുറുക്ക് വഴിയാണ്. കുറുക്ക് വഴിയിലൂടെ ആരും എന്ത് ചെയ്തിട്ടില്ല? അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ? വായ്പ എടുത്ത് ദൈവം അനുവദിച്ചാൽ അങ്ങനെയുള്ള എടുത്താലും അതൊരു സമയം കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അതിനുള്ള മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കി തരും. അതിനകത്ത് വീണ് തകരാണ്ട് ഒരു പാത്രമല്ല ഞാനും നിങ്ങളും. വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത ഉറവകളെ തുറന്ന് അനുഗ്രഹിക്കുന്നവനാണ്. നോക്കണം, ഇവിടെ പറയുന്നു, വായിക്കാം അടുത്ത വാക്യം. അവൾ പോയി അതിനെതിരെ ഒരു അമ്പൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ആ സമയത്ത് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടി പോയപ്പോൾ കുട്ടി എന്ത് ചെയ്തു? കുട്ടിയും കരയാൻ തുടങ്ങി. അപ്പോൾ ഓർക്കുക, ഒരമ്മ പിടിവിട്ടപ്പോൾ കുഞ്ഞും എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പം അമ്മമാർ പിടിവിടരുത്. കുഞ്ഞുങ്ങൾ കരയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മമാരെന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ കരം പിടിക്കണം. കരം പിടിക്കാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിടിവിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിടി നമ്മൾ എന്ത് ചെയ്യരുത്? വിട്ട് കളയരുത്. അവരെ കൂടെ ഒരുമിച്ച് നിർത്തി എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കണം. പലപ്പോഴും അതിന് ഇന്ന് കഴിയുന്നില്ല. ഇന്ന് പകൽക്കാലം ഓർക്കുക, നിങ്ങൾ കരം പിടിക്കുന്ന ആ വ്യക്തിയെയും നിങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ചലിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ചലിക്കും. ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ച് അവളോട്, ഹാഗറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. വേണമെങ്കിൽ രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാമായിരുന്നു? ഈ കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് എന്ത് ചെയ്യാമായിരുന്നു? നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ്, പിടിവിട്ട് നിന്ന് നിലവിളിക്കും. ബാലന്റെ നിലവിളി ദൈവം എന്ത് ചെയ്തു? കേട്ടു. അതിനൊക്കെ ചില ആത്മീയ മർമ്മങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഹല്ലേലൂയ സ്തോത്രം നിന്റെ കരത്തിൽ തന്നിരിക്കുന്നതിൻ്റെ പിടി നീ എന്ത് ചെയ്യരുത്? വിടരുത്. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്, പത്രോസിൻ്റെ കയ്യിൽ ചിലതിന് ജാതികളെ ഏൽപ്പിക്കാൻ ദൈവത്തിന് സമയമായപ്പോൾ അവന് ഒരു വെൺമാടത്തിൽ കയറിയിരുന്നപ്പോൾ ഒരു വിവശത വന്നു. യഹൂദന്മാരോട് മാത്രം സഹവസിച്ചും യഹൂദന്മാരോട് മാത്രം പ്രവചിച്ചും യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ശുശ്രൂഷ ചെയ്ത് നിന്ന പത്രോസിനെ ജാതികളുടെ നടുവിൽ ഇറക്കാൻ സമയമപ്പോൾ, ഞാൻ ഒരിക്കലും അശുദ്ധമായത് അന്യജാതിക്കാരുമായിട്ട് യഹൂദന്മാർക്ക് ഒരു ബന്ധവുമില്ല. അവർ ശമരിയയിൽ പോകത്തില്ല. അവർ മറ്റു ജാതികളുമായി അവർക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ ദൈവത്തിന് സമയമാകുമ്പോൾ നിന്നെ മനുഷ്യരോടൊപ്പം കൂട്ടി ചേർക്കുമാറാക്കും. പത്രോസിന് ദൈവം സമയമായപ്പോൾ ആകാശത്ത് നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു തൂപ്പട്ടി കാണിച്ചു കൊടുത്തു. ഞാൻ കാണിക്കുന്നതിനോട് നീ പോയി ശുശ്രൂഷ ചെയ്യണം.
നീ സകല മനുഷ്യരോടും സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. വിവേചനം പാടില്ല, വിവേചനം പാടില്ല. വ്യക്തികളെ ഹല്ലേലൂയ സ്തോത്രം അവരുടെ നിറമനുസരിച്ച് പെരുമാറാൻ പാടില്ല. സകല മനുഷ്യരെയും ദൈവം വിശുദ്ധീകരിച്ചതായി നീ കാണണം. ചില ദൈവപ്രവൃത്തികൾക്ക് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഇടുക്കങ്ങളെ മാറ്റിയാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഓർക്കുക, നമ്മൾ അത് മാറ്റി പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് മറുപടി തരും. ഹാഗറിനോട് പറയണ, ഹാഗറെ നിനക്ക് എന്ത്, നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. അപ്പോൾ ഹാഗറിനോട് പറഞ്ഞു, ഉറവയെല്ലാം ശരി തന്നെ, ആദ്യം എന്ത് ചെയ്യണം? നീ കൈവിട്ടതിനെ ചെന്ന് താങ്ങി എണീപ്പിക്കണം. ഒരാളെ പിടിവിട്ടാൽ നശിക്കാൻ എളുപ്പമെന്ന് വചനം വ്യക്തമാക്കുന്നു. നശിക്കാതിരിക്കാൻ പിടിവിടാതെ നിന്റെ കുടുംബത്തിൻ്റെ പിടിവിട്ടിട്ട് നിന്ന് പ്രാർത്ഥിക്കരുത്. നിന്റെ ആത്മീയ സ്തോത്രം ജീവിതത്തിനകത്ത് തന്നിരിക്കുന്ന മക്കളുടെ പിടിവിട്ടിട്ട് നീ പ്രാർത്ഥിക്കാൻ നടക്കരുത്. അവയെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ നിന്റെ കരം. ഹല്ലേലൂയ. ഹാഗറിനോട് പറഞ്ഞു, പോയി കുഞ്ഞിനെ താങ്ങി എഴുന്നേൽപ്പിക്ക. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, തളർന്ന കൈകളെ ബലപ്പെടുത്തുവേൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ നിവർത്തുവേൻ. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം തളർന്നിരിക്കുന്നതിൻ്റെ തളർച്ച മാറ്റാൻ ദൈവ പൈതലിൻ്റെ കരത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം നീ താങ്ങി എഴുന്നേൽപ്പിക്കേണ്ട നിന്റെ കുഞ്ഞിനെ നീ താങ്ങി എഴുന്നേൽപ്പിക്കണം. താങ്ങി എഴുന്നേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കണം. ആമേൻ. ദൈവം ഉറവകളെ തുറന്ന് തരും. സമയമാകുമ്പോൾ ദൈവം ഉറവകൾ എന്ത് ചെയ്യും? പക്ഷെ നിന്റെ ഡ്യൂട്ടി താങ്ങി എഴുന്നേൽപ്പിക്കേണ്ടതിന്. ഒരുത്തൻ എഴുന്നേൽക്കണമെങ്കിൽ പാപത്തിൽ വീണ് കിടക്കുന്ന കുഞ്ഞായിരിക്കാം, ശാപത്തിൽ വീണ് കിടക്കുന്ന കുഞ്ഞായിരിക്കാം, തളർന്നു കിടക്കുന്ന ഏതെങ്കിലും വ്യാധി പിടിച്ച കുഞ്ഞായിരിക്കാം. നീ പ്രാർത്ഥിക്കുമ്പോൾ ആ കെട്ടഴിഞ്ഞത് എഴുന്നേൽക്കും. ആമേൻ. നിന്റെ കുഞ്ഞിൻ്റെ പിടിയെ നീ എന്ത് ചെയ്യരുത്? വിടരുത്. അമ്മയോട് പറയാണ്, നീ ഹല്ലേലൂയ സ്തോത്രം ഉപേക്ഷിച്ചില്ലേ, ആ കുഞ്ഞിനെ പോയി താങ്ങി എഴുന്നേൽപ്പിക്ക. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ശക്തി പകരുന്നതാണ്. ഹല്ലേലൂയ. അടുത്ത് വായിക്കാമോ? നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളിച്ചെയ്തു. മതി മതി മതി. നിനക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഹാഗറേ, നിനക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതൊരു വലിയ ജനറേഷൻ ആകും. അതൊരു വലിയ പദ്ധതിയുള്ള കുഞ്ഞാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം നിന്റെ മക്കളെ പിണക്കി നടക്കരുത്. അപ്പനമ്മമാർ, നിന്റെ മക്കളോട് നീ സ്നേഹം കാണിക്കണം. അതുപോലെ മക്കൾ അപ്പനമ്മമാരെ പിണങ്ങി നടക്കരുത്. ഇന്ന് പകൽക്കാലം താങ്ങി എഴുന്നേൽപ്പിക്കുക. നല്ല വാക്കല്ലേ? ഒരുത്തനെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ പിടിച്ച് വലിച്ചു വേണമെങ്കിൽ എഴുന്നേൽപ്പിക്കുക. പക്ഷെ വേദപുസ്തകം പറയുന്നു എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് എഴുന്നേൽക്കേണ്ട നല്ല സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിച്ച് അതിനെ എഴുന്നേൽപ്പിക്കാൻ. ഒരു ആമേൻ പറഞ്ഞില്ല? ഒരു വാക്ക് മതി ഒന്നിനെ തകർത്ത് കളയാൻ. ഒരു വാക്ക് മതി ഒന്നിനെ പിണക്കി വിടാൻ. പക്ഷെ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചാൽ, സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അത് എഴുന്നേൽക്കും.
ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ പറയാം. നീ സ്നേഹത്തോടെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതിനെ നീ പ്രാർത്ഥിച്ചാൽ, നീ ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞാൽ അത് എഴുന്നേൽക്കും. കൃപയിൽ എഴുന്നേൽക്കും, ശുശ്രൂഷയിൽ എഴുന്നേൽക്കും, ജീവിതത്തിൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ. മരുഭൂമി എന്നും ദൈവത്തിന് പ്രശ്നമേ അല്ല. നമ്മുടെ വാക്ക് ഒന്നിനെ തള്ളിയിടാൻ എങ്കിൽ ശിക്ഷ വരും, ശിക്ഷയ്ക്ക് യോഗ്യരായിത്തീരും. പക്ഷെ നമ്മുടെ വാക്ക് ഒന്നിനെ എഴുന്നേൽപ്പിക്കാനുള്ള വാക്കായിരിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിലവിളി കേട്ടു. ഹാഗറിനോട് ആദ്യം ദൂത് കൊടുത്തു. അപ്പോൾ ദൈവം ഒരു പദ്ധതിക്കായിട്ട് തയ്യാറാക്കുമ്പോൾ ഹാഗറും റെഡിയാകേണ്ട മണ്ഡലത്തിൽ ഹാഗറിനും ദൈവത്തിൻ്റെ കൗൺസിൽ, ആലോചന വരുന്നു. കുഞ്ഞിന് കൊടുക്കേണ്ട, കുഞ്ഞിന് ഒരു സാധാ കുഞ്ഞല്ല നിന്റെ കയ്യിൽ തന്നത്. നിന്റെ മക്കൾ സാധാ കുഞ്ഞുങ്ങളല്ല. ഇന്ന് പകൽക്കാലം ഞാൻ ദൂത് പറയുന്നു അപ്പനമ്മമാരോട്, നിനക്ക് തന്നിരിക്കുന്ന മക്കൾ ഒരു സാധാ കുഞ്ഞുങ്ങളായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ചിന്ത മാറ്റിയിട്ട് നീ വാത്സല്യത്തോടെ സ്നേഹത്തോടെ അതിനെ താങ്ങി എഴുന്നേൽപ്പിച്ചാട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു? ആദ്യം ഹാഗറിൻ്റെ നീര് തുടയ്ക്കാനൊന്നും ദൈവം പോയി, ആദ്യം കുഞ്ഞിൻ്റെ കണ്ണുനീര് തുടയ്ക്കുക. ഇന്ന് പകൽക്കാലം ചിലതിൻ്റെ കണ്ണുനീര് നിനക്ക് തുടയ്ക്കാൻ പറ്റും. നീ പ്രാർത്ഥിച്ച ചിലതിൻ്റെ കണ്ണുനീര് എന്ത് ചെയ്യും? തുടയ്ക്കപ്പെടും. നീ ഉപവസിച്ച് കരയുമ്പോൾ ചിലതിൻ്റെ കണ്ണുനീര് തുടയ്ക്കപ്പെടും. ഞാൻ ഒന്നുകൂടെ പറയാം, നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത് പക്ഷെ നിനക്ക് പ്രയാസമുള്ളതോ വേദനയുള്ളതോ ആയാലും ഒരു കാര്യം ഓർത്തുകൊള്ളു. ഞാൻ ചിന്തിക്കാറുണ്ട്, നോഹ പെട്ടകത്തിനകത്ത് പോത്തിനെയൊക്കെ എങ്ങനെ വലിച്ചു കയറ്റിയെന്ന്, കടുവയും സിംഹത്തെയൊക്കെ എങ്ങനെ. കടുവയഞ്ഞു വാ കയറെന്ന് പറഞ്ഞാൽ കയറുമോ? ഞാൻ ചിന്തിക്കുന്നു, നോഹ ഒത്തിരി കഷ്ടപ്പെട്ട് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹാഗറിനോട് പറയുന്നു, കുഞ്ഞിനെ പോയി താങ്ങി എഴുന്നേൽപ്പിക്കാം. നിന്റെ വായിലെ വാക്ക് ജീവിതത്തിന് ജീവനുണ്ടാകുന്ന വാക്കുകളായിരിക്കട്ടെ. താങ്ങി എഴുന്നേൽപ്പിക്കാം. ഹല്ലേലൂയ. അടുത്ത അത് വായിക്കാമോ? ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. കണ്ടോ, വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത് ദൈവം വാഗ്ദത്തങ്ങളെ തരും. പ്രാർത്ഥിക്കുന്നവനാണ് വാഗ്ദത്തം. ഉറക്കെ കരയുന്നവൾക്കാണ് വാഗ്ദത്തം. ഉഴന്ന് നടക്കുന്നവൾക്കല്ല, ഉഴന്ന് നടക്കുന്നവനല്ല. ഉറക്കെ കരയുന്നവനും ഉറക്കെ പ്രാർത്ഥിക്കുന്നവനും ഉറക്കെ നിലവിളിക്കുന്നവനുമാ വാഗ്ദത്തം. ആമേൻ. പ്രാർത്ഥിക്കുന്നവന് ഒന്നിനെ കൂടെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. നിന്റെ വീട്ടിനകത്ത് വീണ് കിടക്കുന്ന, പാപത്തിൽ ശാപത്തിൽ വീണ് കിടക്കുന്ന നിന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നേ. ഹല്ലേലൂയ. നിനക്ക് അസാധ്യമായി ഒന്നുമില്ല, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ കരങ്ങളാൽ ചില ജീവിതങ്ങൾ എഴുന്നേൽക്കും. കരം തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഇന്ന് പകൽക്കാല നിന്റെ കരങ്ങൾ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന കരങ്ങളാൽ സ്വർഗത്തിൽ പ്രതിഫലം ഏറും കേട്ടോ. സ്വർഗത്തിൽ പ്രതിഫലം ഏറും. നിന്റെ വാക്കുകൊണ്ട് ഒരാളെ താങ്ങി, ശിഷ്യന്മാരുടെ നാവ് ചോദിക്കണം, കുഞ്ഞുങ്ങൾ നാവ് ചോദിക്കണം, കർത്താവെ താങ്ങി എഴുന്നേൽപ്പിക്കുവാനുള്ള ഒരു വാക്ക്
ഒറ്റ വാക്ക് നീ കൃപയോടെ പറഞ്ഞാൽ മതി. എഴുന്നേൽക്കേണ്ടത് എഴുന്നേൽക്കാം. യേശു പറഞ്ഞു 38 ആണ്ട് കിടന്നവനെ റൈസ് അപ്പ് ആൻഡ് വാക്ക്, എഴുന്നേറ്റ് എന്ത് ചെയ്യുക? നടക്ക. പറ, പ്രാർത്ഥിച്ചുകൊണ്ട് പറ ചിലതിനോട്, ഇന്ന് പകൽക്കാലം എഴുന്നേൽക്ക, പാപത്തിൽ നിന്ന് എഴുന്നേൽക്ക, ശാപത്തിന്റെ കെട്ടഴിഞ്ഞ് എഴുന്നേൽക്ക. Hallelujah, hallelujah, sharabakalobaraba. Strong prayer എന്നിൽ ഓപ്പൺ ആകട്ടപ്പാ. സ്ട്രോങ് പ്രയർ എന്നിൽ ഓപ്പൺ ആകട്ടെ. ഈ നാളുകളിൽ സഭയ്ക്ക് ആഴമേറിയ പ്രാർത്ഥനകൾ, ആരെയും നോക്കിയുള്ള പ്രാർത്ഥനയല്ല, സ്വർഗത്തേക്ക് നോക്കിയുള്ള പ്രാർത്ഥന, കയ്യിൽ തന്നിരിക്കുന്നതിനെ വിട്ടേച്ചുള്ള പ്രാർത്ഥനയല്ല, കയ്യിൽ തന്നിരിക്കുന്നതിനെ ഹല്ലേലൂയ സ്തോത്രം താങ്ങി എഴുന്നേൽപ്പിച്ച വെള്ളം കുടിപ്പിക്കാൻ. ഞാൻ അടുത്തൊരു ദൂത് പറയാം. ആത്മാവിൽ ചിലതിനെ ഹല്ലേലൂയ കുടിപ്പിക്കാൻ ആത്മാവ് ഉറവ തുറക്കും. നശിച്ചു പോകാത്ത നീരുറവ കുടിപ്പിക്കാൻ, നശിച്ചു പോകാത്ത നീരുറവകളെ കുടിപ്പിക്കാൻ സ്വർഗം ഉറവകളെ തുറക്കാം. നിന്റെ മക്കൾ, നിന്റെ മരുമക്കൾ, നിന്റെ കൊച്ചുമക്കൾ ഒന്നും ഹല്ലേലൂയ സ്തോത്രം നീ ഹല്ലേലൂയ പിടിവിട്ട് കളയരുത്. അവർക്ക് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥന പിടിവിടരുത്. നിന്റെ ദേശത്തിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനകൾ പിടിവിടരുത്. ദൈവം ഉറവ തുറക്കാൻ പോകുന്നു. ഞാൻ അവർക്ക് തുരുത്തി വെള്ളം കൊടുക്കും. ഇന്ന് പകൽക്കാലം അതിനകത്ത് ആഴമേറിയ ദൂതുകൾ കിടപ്പുണ്ട്. ദൈവം ഉറവ തുറക്കുമ്പോ നിനക്ക് എത്ര വേണമെങ്കിലും കോരാ. അത് വറ്റാത്ത ഉറവ. ഹാഗറിന് വറ്റാത്ത ഉറവ തുറന്നു. ഓ, വറ്റാത്ത ഉറവ തുറക്കുന്നവൻ, വറ്റാത്ത ഉറവ തുറക്ക. ഈ പകൽക്കാലം ഹല്ലേലൂയ ആത്മാവിൽ വിശ്വസിച്ച് ഒന്ന് ഏറ്റെടുക്ക. ദാസനെ ഒന്ന് ഏറ്റെടുക്ക, സഹോദര ഒന്ന് ഏറ്റെടുക്ക, സഹോദരി. സ്വർഗം തുറക്കട്ടെ. തുറക്കപ്പെടുന്ന വാതിലുകൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഗ്രേറ്റ് നേഷൻ, വലിയ ജാതിയാക്കാം. അതാ പ്രവചന. അതിനാ മരുഭൂമിക്കകത്ത് വീണുപോയെ. ഹല്ലേലൂയ. ചിലത് വലിയ ജാതിയാകണമെങ്കിൽ എന്ത് ചെയ്യാ? ജീവിതത്തിനകത്ത് മരുഭൂമി കാണും. ആമേൻ. ജീവിതത്തിനകത്ത് മരുഭൂമി വരുന്നത് വാഗ്ദത്തം കിടപ്പുണ്ട്, വാഗ്ദത്തം കിടപ്പുണ്ട്, വാഗ്ദത്തം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങ് പറയുന്നത് പോലെ താങ്ങി എഴുന്നേൽപ്പിക്കാം, താങ്ങി എഴുന്നേൽപ്പിക്കാം. നീ മനസ്സ് വെച്ചാൽ ചിലതിനെ താങ്ങി എഴുന്നേൽപ്പിക്കാം. വിട്ടുകളയരുത്. നിന്റെ കയ്യിലേൽപ്പിച്ചതിന് വിട്ടുകളയരുത്. നിന്റെ കയ്യിലേൽപ്പിച്ച നിന്റെ കുടുംബത്തെ വിട്ടുകളയരുത്. നിന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകളയരുത്. അവരുടെ രക്ഷയ്ക്കാൻ മുറവിളി കൂട്ടുക, ഉറക്കെ കരയുക, ഉറക്കെ നിലവിളിക്ക. ഒരമ്പമ്പാടി ദൂരത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ പൈതലിന്റെ റിസറക്ഷൻ ഉണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പാപത്തിൽ നിന്നുള്ള റിസറക്ഷൻ ഉണ്ട്. ശാപത്തിൽ നിന്നുള്ള റിസറക്ഷൻ ഉണ്ട്. ദേവന രാജ ദീപൽ പ്രഭുടേ. ആരാധിക്ക, ആരാധിക്ക.
സമയത്തെ നോക്കിയല്ല ആരാധിക്കേണ്ടതാ, ആത്മാവ് തരുന്ന ലീഡിങ്ങിനനുസരിച്ച് ആരാധിക്കുക. പ്രാർത്ഥിച്ച് ആരാധിച്ച് കയറുന്നവൻ ഓ റാക്കശാന്തേ മരുഭൂമിയിൽ മന്ന കാണും, മരുഭൂമിയിൽ മന്ന തുറക്കപ്പെടും. മരുഭൂമിയിൽ ഇസ്രായേലിന്റെ ദൈവം മേശ ഒരുക്കും. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന, വിശ്വാസത്തിൽ ഉഴലാതെ നടക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവ മേശ ഒരുക്കം, മേശ ഒരുക്കം. വായി തുറന്നൊന്ന് സ്തുതിച്ചാട്ട. ഡോക്ടറടുത്ത് എല്ലാം പറയാമെങ്കിൽ സ്വർഗീയ ഡോക്ടറടുത്ത് പറയണോ ഈ പകൽക്കാലം? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽക്കാലം വായി തുറന്ന് ആരാധിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടം, വായി തുറന്ന് സ്തോത്രം ചെയ്യുന്നവരെ എന്റെ ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ആരാധിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നുണ്ട്. It will come. അത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടാം. ഈ പകൽക്കാലം ചിലത് തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. മരുഭൂമിക്കകത്ത് തുറന്നു വരട്ടെ. Test the glory. മഹത്വം തൊടുകയാണ്, മഹത്വം തൊടുകയാണ്. ഹല്ലേലൂയ. ഒരു പൈതലുണ്ടെങ്കിൽ നീ ആരാധിച്ച് ജയമെടുക്ക, നീ മഹത്വം കാണും. മനുഷ്യരെ നോക്കിയല്ല, ദൈവത്തെ നോക്കി ആരാധിക്ക. തുറക്കപ്പെടട്ടെ നിനക്ക്. I see. തുറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടബലബലബശൈദല ദീപനരാജ ദീപപ്രഭുടേ. ബാലനെ ചെന്ന്, നീ ചെന്ന്, ഇന്നത്തെ നമ്മളെ ഡ്യൂട്ടി ഇതാണ്. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ എന്ന് പറഞ്ഞ വാഗ്ദത്തം ഉള്ളതിനെ തകരാൻ എന്ത് ചെയ്യരുത്, ദൈവം വിടില്ല. വാഗ്ദത്തം ഉള്ളതിനെ ദൈവം തകരാൻ വിടില്ല. വാഗ്ദത്തമുള്ളതിനെ നശിക്കാൻ ദൈവം വിടില്ല. ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. വാഗ്ദത്തമുള്ള നിന്നെ, നിന്റെ തലമുറയെ നശിക്കാൻ വിടില്ല, നശിക്കാൻ വിടില്ല. ഏറ്റെടുക്ക. കെട്ടുകൾ അഴിഞ്ഞ് പുറത്തു വരട്ടെ.
തെളിയിക്കും. ദിവസങ്ങളും കാലങ്ങളും അവന്റെ പദ്ധതിക്കായി അതിന്മേൽ ഉരുവായി കൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതിന്റെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ട്. വാഗ്ദത്തത്തിന്റെ മേൽ ദൈവം കൂടെ നടക്കാൻ പോകുന്നു. വാഗ്ദത്തമുള്ളതിന്റെ കൂടെ ദൈവം കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ദൈവം കൂടെ ഉണ്ട്. വലിയ ജാതിയായി തീരും. സഭയോടുള്ള ദൂത വലിയ ജാതിയായി മാറാം. ഗ്രേറ്റ് നേഷനായി മാറട്ടെ. സഭ വലിയ ജാതിയായി മാറാം. കരങ്ങൾ തട്ടെ. ആത്മാവേ ദൈവം കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ട്. ഉറവ തുറന്നിട്ടുണ്ട്. കുടിപ്പിക്കുക നമ്മളെ ഡ്യൂട്ടിയാ. പൈതലിനെ ആര് കുടിപ്പിച്ചു? ആര് കുടിപ്പിച്ചു? ദൈവം കുടിപ്പിച്ചോ? ഇല്ല, ഹാഗർ കുടിപ്പിച്ചു. എവിടെ നിന്നാ? ആ ഉറവയിൽ നിന്ന് വെള്ളം കോരി കുഞ്ഞിനെ കുടിപ്പിച്ചു. ക്രിസ്തു എന്ന ഉറവയിൽ നിന്ന് നിന്റെ കുഞ്ഞിന് കോരി വെള്ളം കൊടുക്കണം. ആമേൻ. വലിയ ജാതിയാകും. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ കെട്ടഴിയും. നിന്റെ തലമുറയുടെ വാഗ്ദത്തം ഫുൾഫില്ലാകും. നിന്റെ തലമുറയ്ക്കുള്ള വാഗ്ദത്തം നിവർത്തിയാകും. യേശുവിന്റെ നാമത്തിൽ എല്ലാ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്സും വിട്ടുമാറട്ടെ. സ്പിരിറ്റ് ഓഫ് ലവ് ഇറങ്ങട്ടെ. സ്നേഹത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ബലത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. കർത്താവിന്റെ പ്രകാശം വ്യാപരിക്കട്ടെ. ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ഞങ്ങളെ കുടിപ്പിക്കണം. ഞങ്ങളുടെ തലമുറകളെ ജീവ ഉറവയിൽ നിന്ന് കുടിപ്പിക്കുന്നവരാ. ഇതാ മരുഭൂമിയിൽ കേട്ടിട്ടാ പോവാം. മരുഭൂമിയിൽ ഉഴന്ന് നടന്നവൾ ഇതാ വെള്ളം കുടിപ്പിക്കുന്ന ശുശ്രൂഷയ്ക്കായി കയറി വരികയാ. ഇന്ന് പകൽക്കാലം ഞാൻ നിന്നോടൊരു ദൂത് പറയാ. നീ ഉഴന്ന് നടന്ന നിന്റെ അനുഭവത്തെ മറന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങ. നീ ചിലടത്തൊക്കെ കയറി നിൽക്കാം. ചിലതിനെ കൂടെ നീ കുടിപ്പിക്ക. ആത്മാവിൽ കുടിപ്പിക്കുന്ന, ആത്മാവിൽ പാനം ചെയ്യുന്ന, ആത്മാവിൽ ശക്തിയെ ഇപ്പോൾ ഹാഗർ മരുഭൂമിക്കകത്ത് ദൈവത്തിന്റെ ഉറവയിൽ നിന്ന് വെള്ളം കോരുന്നവളായി തീർന്നു. കോരുക മാത്രമല്ല, അവൾ പൈതലിനെ കുടിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ വെളിപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ ടൈമിലാ നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിന്റെ സമയത്തിലാ നമ്മൾ നിർത്തിയിരിക്കുന്നത്. കാലഘട്ടം പറയും നോ, സാഹചര്യം പറയും നോ, പോ പിശാചേ. നമ്മുടെ സമയം ദൈവമാ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സമയവും സന്ദർഭവും ദൈവം നിയന്ത്രിക്കുക. ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഹാഗർ ദൈവത്തിന്റെ ഉറവയിൽ കോരുന്നവൾ. ആമേൻ. ദൈവത്തിന്റെ ഉറവയിൽ കോരിയ ഒന്നും നശിച്ചു പോകില്ല. ദൈവത്തിന്റെ ഉറവയ്ക്കകത്ത് കുടിച്ച ഒന്നും നശിച്ചു പോകില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാല ഉറവയിൽ വെള്ളം കുടിക്കുന്നവരായി ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നു. ആലയത്തിനകത്ത് ദൈവം ഉറവ തുറന്നു വിട്ടിട്ടുണ്ട്. ഉറവയ്ക്കകത്ത് കുടിക്കുന്നവരാ. കരങ്ങൾ തട്ടി കർത്താവിന് നന്ദി പറയാം. താങ്ക് യു ലോർഡ്.
എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. എൻ ദൈവമേ, കണ്ണുകളടച്ച് കേൾപ്പിച്ച വചനത്തിന്റെ മുമ്പിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം, സമർപ്പിച്ചു കൊടുക്കാം. കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നിന്നാട്ട് അവരവരുടെ സ്ഥാനത്ത് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. സ്വർഗീയ പിതാവേ, നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ, നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ, ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരും എനിക്ക് ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിലിരിക്കയാൽ ആരും എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു, തൻഹിതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കണ്ണുകളടച്ച് ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച വചനത്തിന് മുമ്പ് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഒരു പ്രാർത്ഥനാ ജീവിതം വ്യക്തിപരമായ യേശുവിനോട്. കൊച്ചു കുഞ്ഞുങ്ങൾ കണ്ണുകളടച്ച് കർത്താവിനോട് പറ, കർത്താവ്, എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള ആത്മാവിനെ എൻ്റെ മേൽ തരയ്ക്കണം. എൻ്റെ നാവിൻ്റെ മേൽ പ്രാർത്ഥിക്കുവാനുള്ള ആത്മാവിനെ പകരണം. കർത്താവെ, ഹാഗർ നിലവിളിച്ചതുപോലെ ഞങ്ങൾക്ക് ഈ സീസണുകളിൽ ഉറച്ച് നിലവിളിച്ച് സീസണിലെ വലിയ ദൈവപ്രവൃത്തികൾ തുറക്കുവാൻ ഈ പകൽക്കാലം സഹായിക്കണം. കർത്താവെ, പ്രായമേറിയവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശത്രു വെല്ലുവിളിക്കുന്ന സകല വെല്ലുവിളികളെ ഞാൻ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയോട് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തികളെ, ദേശാധിപതി ശക്തികളെ,
യേശുവിന്റെ നാമത്തിൽ ആഭിചാര ശക്തികളെ, മാന്ത്രിക ശക്തികളെ, രോഗത്തിന്റെ പോരുകളെ ഭത്സിച്ച് പ്രാർത്ഥിക്കുന്നു. വീട്ടുമാറ ദൈവശക്തി വ്യാപരിക്കാൻ സ്തോത്രം. ഓരോ ജീവിതങ്ങളെയും ബലപ്പെടുത്തണം, അനുഗ്രഹിച്ചാട്ട് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. വേദപുസ്തകം കരങ്ങളിലെടുക്കാം. സജിൻ 34-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 10 വരെ.